അതീവ സംഘർഷഭരിതമാണ് മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ സാഹചര്യം. ഓരോ നിമിഷവും സംഘർഷം കൂടുതൽ കനപ്പെടുകയാണ്. ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുന്നു അമേരിക്ക. അമേരിക്കയുടെ വജ്രായുധമായ പടുകൂറ്റൻ പടക്കപ്പൽ USS എബ്രഹാം ലിങ്കൺ ഇറാൻ തീരത്ത് നങ്കൂരമിട്ടിട്ട് ദിവസങ്ങൾ ഏറെയായി. ഇതുകൂടാതെ ഗൾഫ് മേഖലയിലെ പ്രത്യേകിച്ച് ഖത്തർ, ജോർദാൻ തുടങ്ങിയ മേഖലകളിലെ എയർബേസുകളിൽ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ നിരവധി എണ്ണം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ഇറാന്റെ ചുറ്റുമുള്ള ഭൂപ്രദേശങ്ങളിൽ 30,000 മുതൽ 40,000 വരെ സൈനികരെ വിന്യസിച്ചിട്ടുണ്ടെന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം അമേരിക്കയുടെ ആക്രമണത്തിന് തിരിച്ചടി നൽകാനുള്ള വമ്പൻ നീക്കങ്ങൾ ഇറാനിൽ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അറ്റകൈക്ക് അമേരിക്കയ്ക്ക് നേരെ ആണവായുധം പ്രയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇറാൻ. ഇതിനുള്ള നിർദ്ദേശം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി നൽകിയതായിട്ടുള്ള ചില വാർത്തകൾ ചില ഇറാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ചില ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഉയരുന്ന ചോദ്യം, ഇറാന്റെ പക്കൽ ആണവായുധമുണ്ടോ? ദിവസങ്ങൾക്ക് മുൻപാണ് ലോകത്തെ ഞെട്ടിച്ച ചില വാർത്തകൾ പുറത്തു വന്നത്. ഇറാൻ 4ാം തലമുറ ആണവായുധത്തിൻ്റെ പരീക്ഷണം നടത്തിയിരിക്കുന്നു. 4ാം തലമുറ ഫ്യൂഷൻ ആണവായുധം ഇറാൻ നിർമ്മിക്കുകയും അതിൻ്റെ പരീക്ഷണങ്ങൾ ഇറാൻ നടത്തുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത. 4ാം തലമുറ ആണവായുധങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. പ്ലൂട്ടോണിയമോ യുറേനിയമോ ആവശ്യമില്ല. പ്ലൂട്ടോണിയമോ യുറേനിയമോ ആവശ്യമില്ലാത്ത നിർമ്മിക്കാൻ വളരെ എളുപ്പമുള്ള ആയുധങ്ങളാണ് 4ാം തലമുറ ഫ്യൂഷൻ ആണവായുധങ്ങൾ. ആ ആണവായുധങ്ങൾ ഇറാൻ നിർമ്മിക്കുകയും അവയുടെ വിജയകരമായ പരീക്ഷണം നടത്തുകയും ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വന്നു. ഇതിന് പിന്നാലെയാണ് ഇറാനെ ആക്രമിക്കാൻ പുതുവർഷത്തിൽ ഇസ്രായേലും അമേരിക്കയും ഒന്നിച്ച് തീരുമാനമെടുത്തത്. കാരണം ഇനിയും കൂടുതൽ ആണവായുധങ്ങൾ ഇറാൻ നിർമ്മിച്ചാൽ അത് ലോകത്തിന് തന്നെ ഭീഷണിയാകുമെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ ഇറാന്റെ പക്കൽ ചില ആണവായുധങ്ങൾ ഉണ്ട് എന്നുള്ളത് ലോകം വിശ്വസിക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും അക്കാര്യം വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് പൂർണ്ണമായ തോതിൽ നാശനഷ്ടമുണ്ടാക്കാൻ കഴിവുള്ള ആണവായുധമാണോ, അതോ ആണവായുധങ്ങളുടെ ഒരു ചെറു പതിപ്പാണോ? അതിനെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ആർക്കുമില്ല. ചില അടിയന്തരമായിട്ടുള്ള അസാധാരണമായ നീക്കങ്ങൾ ഇറാനുള്ളിൽ നടക്കുന്നു എന്ന് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സാറ്റലൈറ്റുകൾ ഒപ്പിയെടുത്ത ചില ചിത്രങ്ങളിലൂടെ വ്യക്തമാവുകയും ചെയ്തിരുന്നതാണ്. അതായത് ചില നീക്കങ്ങൾ ഇറാനിലെ ആണവ പ്ലാന്റുകളിൽ, ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഒന്നിച്ച് തീരുമാനമെടുത്തത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ റഷ്യയോ ചൈനയോ ഇറാന് ആണവായുധം കൈമാറിയിരിക്കുന്നു. റഷ്യയുടെ ചില ഫൈറ്റർ ജെറ്റുകൾ ദിവസങ്ങൾക്ക് മുൻപ് ടെഹ്റാനിലേക്ക് പറന്നിറങ്ങിയെന്നുള്ള ചില വാർത്തകളാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അത്തരത്തിലുള്ള യാത്രകളിൽ അത്തരത്തിൽ പറന്നിറങ്ങിയ യുദ്ധവിമാനത്തിൽ പടുകൂറ്റൻ യുദ്ധ സാമഗ്രികളാണ് റഷ്യ ഇറാന് കൈമാറിയത് എന്നും ചില വാർത്തകൾ വരുന്നു. അങ്ങനെയെങ്കിൽ റഷ്യയുടെ ആണവായുധങ്ങളോ റഷ്യയുടെ ആണവ സാങ്കേതിക വിദ്യയോ ആയിരിക്കാം ഇറാന് റഷ്യ കൈമാറിയത്. മാസങ്ങൾക്ക് മുൻപ് തന്നെ റഷ്യയിലെ ആണവ ശാസ്ത്രജ്ഞർ ഇറാനിൽ സന്ദർശനം നടത്തിയിരുന്നു. അവർ ഇറാന് ആണവ സാങ്കേതിക വിദ്യ കൈമാറുകയും ചെയ്തു. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് തങ്ങൾ ആണവായുധ നിർമ്മാണവും അല്ലെങ്കിൽ ആണവ പരീക്ഷണം നടത്തുന്നത് എന്ന് നേരത്തെ ഇറാൻ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. തങ്ങളുടെ ആണവ ശേഷിയെക്കുറിച്ച് അറിയാവുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യവും ഒരേ ഒരു നേതാവും റഷ്യയുടെ വ്ളാഡിമിർ പുടിനാണെന്ന് ആയത്തുള്ള അലി ഖമീനി തന്നെ പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ റഷ്യയ്ക്കും ഇറാനുമിടയിൽ ചില ആണവ ഇടപാടുകളുണ്ട്.
ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ റഷ്യ ഇറാന് ആണവായുധം കൈമാറിയിരിക്കുന്നു. അതിൻ്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അമേരിക്കയെ ആക്രമിക്കാനുള്ള ആവശ്യത്തിനായിട്ടാണ്. ഇതിനിടയിൽ ചൈനയിൽ നിന്ന് 1-2 പടക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് എത്തി എന്നുള്ള വാർത്തകളും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ പടക്കപ്പലുകളിൽ നിറയെ ആയുധങ്ങളായിരുന്നു ഇറാന് വേണ്ടി റഷ്യ കൊടുത്തയച്ചത് എന്നതും ചില സത്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി റഷ്യയും ചൈനയും ഇറാനെ കൈയയച്ച് സഹായിച്ചിരിക്കുന്നു. റഷ്യ ആണവായുധങ്ങൾ നൽകി സഹായിച്ചിരിക്കുന്നു. ചൈനയാകട്ടെ പടുകൂറ്റൻ റോക്കറ്റുകളും അതുപോലെ തന്നെ മിസൈലുകളും ആയുധങ്ങളും ഒക്കെ നൽകി ഇറാനെ സഹായിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി ആരംഭിക്കാൻ പോകുന്ന യുദ്ധം ചെറിയ യുദ്ധമായിരിക്കില്ല. അത് മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന യുദ്ധമായിരിക്കില്ല. ആ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ലോകത്താകമാനം പരക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ ആക്രമണത്തിന്, ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ഇറാൻ്റെ തിരിച്ചടി ഉണ്ടാകും. നമുക്കറിയാം, ഇറാൻ്റെ മിസൈൽ സമ്പത്തിൽ കാര്യമായ നാശനഷ്ടം വരുത്തിയത് ഇസ്രായേലാണ്. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ നടത്തിയ ആക്രമണത്തിൽ 12 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിൽ ഇറാൻ്റെ 70% വരുന്ന മിസൈൽ ശേഖരത്തെയാണ് ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയത്. മിസൈൽ ലോഞ്ചറുകളെ, റോക്കറ്റ് ലോഞ്ചറുകളെ ഒക്കെ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം തകർത്തു. പിന്നീട് ആ മിസൈൽ നിർമ്മാണത്തിലേക്ക്, റോക്കറ്റ് നിർമ്മാണത്തിലേക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക് ഇറാൻ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. എങ്കിലും ഇറാൻ്റെ പക്കൽ ഇപ്പോൾ 2000-ലധികം ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് എന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ. ആ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കനെയും അമേരിക്കയെയും ആക്രമിക്കാൻ കഴിയുമെന്നുള്ള ചില സൂചനകൾ ഇറാൻ തന്നെ പുറത്തുവിടുന്നുണ്ട്. കൂടാതെ വൻതോതിലുള്ള ഡ്രോൺ ശേഖരം, ദീർഘദൂരം സഞ്ചരിക്കാൻ ശേഷിയുള്ള, അതീവ സ്ഫോടനം നടത്താൻ ശേഷിയുള്ള, വലിയ നാശനഷ്ടം വരുത്താൻ ശേഷിയുള്ള ഡ്രോണുകളാണ് ഇറാൻ്റെ പക്കലുള്ളത്. ആ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ അമേരിക്കയെ ആക്രമിക്കാനുള്ള സാധ്യതകളും ഇപ്പോൾ മുന്നിൽ തെളിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ആക്രമണത്തിന് അമേരിക്കയുടെ തന്നെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും. വരാനിരിക്കുന്നത് ഒരു 3ാം ലോക മഹായുദ്ധമാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ലോകമാശങ്കയിലാണ്. ഒരു ആണവ യുദ്ധമായിരിക്കുമോ ഇനി വരാനിരിക്കുന്നത്? ട്രംപിൻ്റെ മരണ വാറണ്ടിന് ഖമേനിയുടെ മറുപടി ആണവായുദ്ധമാണോ? ഇതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.